ADGP MR അജിത് കുമാറിന്റെ ശബരിമലയിലേക്കുള്ള ട്രാക്ടർ യാത്രയെ വിമർശിച്ച ഹൈക്കോടതി രംഗത്തെത്തിയിരുന്നല്ലോ ഇന്ന്. സംഭവം ദൗർഭാഗ്യകരമെന്ന് ഹൈക്കോടതി പറയുകയുമുണ്ടായി. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആംബുലൻസിൽ പോയിക്കൂടെ എന്നുള്ള ചോദ്യം കൂടി കോടതി ഉന്നയിച്ചതായാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. യാത്ര മനഃപൂർവ്വം എന്നൊരു നിരീക്ഷണം നടത്തിയിട്ടുണ്ട്. ഈ സംഭവത്തിൽ പത്തനംതിട്ട SP-യോടും ഒപ്പം ദേവസ്വം ബോർഡിനോടും കോടതി വിശദീകരണം കൂടി ആരാഞ്ഞതായാണ് വിവരം. രേഷ്മ. നേരത്തെ തന്നെ ഹൈക്കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ശബരിമലയിലെ ട്രാക്ടർ ഉപയോഗിച്ചുകൊണ്ടുള്ള യാത്ര, തീർത്ഥാടകരുടെ യാത്ര അത് വിലക്കിക്കൊണ്ടുള്ളതായിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവ്. ആ ഉത്തരവ് ലംഘിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ശനിയാഴ്ച ADGP MR അജിത് കുമാർ ട്രാക്ടർ വഴി ശബരിമലയിലേക്ക് യാത്ര നടത്തിയത്. തിരിച്ചും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ CCTV ഉള്ള ഭാഗങ്ങളിൽ യാത്ര ഒഴിവാക്കുകയും ചെയ്തിരുന്നു. ഇതിൽ അതുമായി ബന്ധപ്പെട്ട് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ ഒരു റിപ്പോർട്ട് നൽകുകയും ആ റിപ്പോർട്ടാണ് ഇന്ന് ദേവസ്വം ബെഞ്ച് പരിഗണിക്കുകയും ചെയ്തിട്ടുള്ളത്. വലിയ രീതിയിലുള്ള വിമർശനം അജിത് കുമാറിനെതിരെ ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. സംഭവം ദൗർഭാഗ്യകരമെന്നാണ് ജസ്റ്റിസ് അനിൽ K. നരേന്ദ്രൻ അധ്യക്ഷനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ച് ഈ വിഷയത്തെ വിലയിരുത്തിയിരിക്കുന്നത്. ഈ സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത് മനഃപൂർവ്വം തന്നെയാണ് ADGP MR അജിത് കുമാർ ഇത്തരത്തിൽ ട്രാക്ടറിൽ യാത്ര ചെയ്തത്. അക്കാര്യത്തിൽ ഒരു വ്യക്തത തങ്ങൾക്ക് വന്നിട്ടുണ്ടെന്നും ഹൈക്കോടതി എടുത്തു പറഞ്ഞിട്ടുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ ആംബുലൻസ് ഉപയോഗിച്ചുകൂടെ എന്നുള്ളൊരു ചോദ്യമാണ് ഇക്കാര്യത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ഒപ്പം തന്നെ സ്വാമി അയ്യപ്പൻ റോഡ് വഴി നിയമവിരുദ്ധമായിട്ടുള്ള യാത്രകൾ പാടില്ല എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി ഹൈക്കോടതി നടത്തിയിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട്, അതായത് സ്വാമി അയ്യപ്പൻ റോഡ് വഴി ആരും നിയമവിരുദ്ധമായിട്ട് യാത്ര ചെയ്യുന്നില്ല എന്ന കാര്യത്തിൽ ഒരു ഉറപ്പ് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി നൽകണം. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം, അതായത് ആരും തന്നെ ഇത്തരത്തിൽ നിയമവിരുദ്ധമായിട്ടുള്ള യാത്ര സ്വാമി അയ്യപ്പൻ റോഡ് വഴി നടത്തുന്നില്ല എന്നത് സംബന്ധിച്ചുള്ള ഒരു വിശദീകരണം പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി നൽകുവാനായിട്ടാണ് ഇപ്പോൾ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ദേവസ്വം ബോർഡ് ഇക്കാര്യത്തിൽ ഒരു മറുപടി നൽകണമെന്നുകൂടി ഡിവിഷൻ ബെഞ്ച് നിലപാടെടുത്തിരിക്കുകയാണ്. ഹർജി ഹൈക്കോടതി വീണ്ടും പരിഗണിക്കാനായിട്ട് മാറ്റിയിരിക്കുകയാണ്. ഈ സംഭവത്തിൽ വലിയ രീതിയിലുള്ള അതൃപ്തി ഹൈക്കോടതി പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും സ്പെഷ്യൽ കമ്മീഷണർ ഒരു ഫോട്ടോ സഹിതമാണ്, അതായത് ഒരു തീർത്ഥാടകനാണ് ഈ ട്രാക്ടർ വഴി അല്ലെങ്കിൽ ട്രാക്ടറിലൂടെ MR അജിത് കുമാർ യാത്ര ചെയ്യുന്നതിന്റെ ഫോട്ടോ എടുത്ത് സ്പെഷ്യൽ കമ്മീഷണർക്ക് നൽകിയത്. ആ ഒരു ഫോട്ടോ സഹിതമാണ് റിപ്പോർട്ട് ഹൈക്കോടതിയിൽ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സംഭവം ദൗർഭാഗ്യകരമാണെന്നും ഇത്തരത്തിലുള്ള നടപടികൾ ആവർത്തിക്കാൻ പാടില്ല എന്നുള്ള നിലപാടും ഹൈക്കോടതി സ്വീകരിച്ചത്. അനു. ശരി രേഷ്മ.